Hi all, Assalamu alaikum. Welcome back to Zida's recipes. നമ്മൾ ഇന്ന് മയണീസിന്റെ റെസിപ്പിയാണ് നോക്കുന്നത്. വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം ട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ മയണീസ് മിക്സിയിലാണ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാർ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അടിഞ്ഞു കിട്ടണം. അതുവരെ ഒന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് പാകത്തിന് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു പുളിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതൊന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസോളം എടുത്തിട്ടുണ്ട്. ഓയിലിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ. എപ്പോഴാണോ നമുക്ക് ആ ഒരു മയണീസിൻ്റെ കൺസിസ്റ്റൻസി കിട്ടുന്നത് അത് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ 1/2 ഗ്ലാസോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. കുറച്ച് ലൂസായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി തിക്കായിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ മയണീസിൻ്റെ ആ ഒരു ശരിയായ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മതി. നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ മയണീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. വെറും 2 മിനിറ്റ് തന്നെ എടുത്തിട്ടുള്ളൂ ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഓയിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിടുക. അങ്ങനെയാകുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്